ഹലോ ഓൾ, എന്റെ പേര് ലക്ഷ്മി നന്ദ, ലേൺവേഴ്സ് ഫാക്കൽറ്റി ആണ്. നമ്മളിപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രൊഡക്റ്റ് ആൻഡ് ബ്രാൻഡ് മാനേജ്മെന്റ് എന്ന പേപ്പറിന്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് വീഡിയോ ആണ് ഡിസ്കസ് ചെയ്തത്. ഏതൊക്കെ ബ്ലോക്സ് ആണ്, ഏതൊക്കെ യൂണിറ്റ്സ് ആണ്, ഓരോ യൂണിറ്റ്സിലും എന്തൊക്കെയാണ് പഠിക്കാനുള്ളതിന്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് നമ്മൾ നോക്കിയിരുന്നത്. നെക്സ്റ്റ് നമുക്കിനി ഓരോ യൂണിറ്റും ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് ക്ലാസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ യൂണിറ്റ് 1 ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് പ്രോഡക്റ്റ് ആൻഡ് പ്രോഡക്റ്റ് പ്ലാനിങ് പാർട്ട് 1ന്റെ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ സ്റ്റാർട്ട് ചെയ്യാം. സോ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു യൂണിറ്റിൽ നമുക്ക് എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ്, നമ്മൾ എന്തൊക്കെയാണ് ആ ഒരു യൂണിറ്റിന്റെ ലക്ഷ്യങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് മീനിങ് ആൻഡ് സ്കോപ്പ് ഓഫ് പ്രോഡക്റ്റ് മാനേജ്മെന്റ്. എന്താണ് പ്രൊഡക്റ്റ് മാനേജ്മെന്റ് എന്നുള്ളതും അതുപോലെ തന്നെ പ്രൊഡക്റ്റ് മാനേജ്മെന്റിന്റെ കീഴിൽ എന്തൊക്കെയാണ് കവർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് മീനിങ് ആൻഡ് സ്കോപ്പ് ഓഫ് പ്രൊഡക്റ്റ് മാനേജ്മെന്റ്. നെക്സ്റ്റ് ഈസ് പ്രോഡക്റ്റ് ഓഫറിംഗ്. എന്താണ് പ്രോഡക്റ്റ്? ഒരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ അതൊരു ഫിസിക്കൽ ഗുഡ് ആവാം, അല്ലെങ്കിൽ സർവീസ് ആവാം, അല്ലെങ്കിൽ ഐഡിയ, എക്സ്പീരിയൻസ്, എന്ത് വേണമെങ്കിലും ആവാം. ഈ പ്രോഡക്റ്റ് എങ്ങനെയാണ് ഒരു കമ്പനി മാർക്കറ്റിൽ ഓഫർ ചെയ്യുന്നതെന്നുള്ളതാണ് പ്രോഡക്റ്റ് ഓഫറിംഗ് എന്താന്നുള്ളത്. സോ അതും നമ്മുടെ ഈ ഒരു യൂണിറ്റിന്റെ ഒബ്ജക്റ്റീവ് ആണ്. നെക്സ്റ്റ് ഈസ് ടൈപ്സ് ഓഫ് പ്രോഡക്ട്സ്, ക്ലാസിഫിക്കേഷൻ, ഡിഫറൻസിയേഷൻ. ഒരുപാട് രീതിയിലുള്ള പ്രോഡക്ട്സ് ഉണ്ട്. അത് ഏതൊക്കെ രീതിയിലാണ് ആ പ്രോഡക്ട്സ് ഉള്ളത്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, നേച്ചർ എന്താണ്, അതുപോലെ ഇത് ഏതൊക്കെ രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഈ പ്രോഡക്ട്സ്, അതാണ് അടുത്ത ഒബ്ജക്റ്റീവ് ആയിട്ടുള്ളത്. ആൻഡ് ഓൾസോ ഡിഫറൻസിയേഷൻ. ഒരു പ്രോഡക്റ്റ് മറ്റൊരു പ്രോഡക്റ്റിൽ നിന്നും ഡിഫറെന്റ് ആയിരിക്കും. സോ അത് ഏതൊക്കെ രീതിയിലാണ് ഡിഫറെന്റ് ആയിരിക്കുന്നത്, എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് ടൈപ്സ് ഓഫ് പ്രോഡക്ട്സ്, ക്ലാസിഫിക്കേഷൻ ആൻഡ് ഡിഫറൻസിയേഷൻ. നെക്സ്റ്റ് ഈസ് ഒറിജിൻ ഓഫ് പ്രോഡക്റ്റ് പ്ലാനിങ്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യണം അല്ലെ. നമ്മളൊരു പ്രൊഡക്റ്റ് എങ്ങനെയായിരിക്കും ഒരു പ്രൊഡക്റ്റ് സക്സസ്ഫുൾ ആവുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ഇനി എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ഓവർകം ചെയ്യണം, ഇതെല്ലാം നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യണം. ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുന്നതിന് മുമ്പേ നമ്മൾ പ്ലാൻ ചെയ്യണം. സോ അത് ഏതൊക്കെ രീതിയിലാണ് പ്ലാൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് കറക്റ്റ് ഒരു ഡിസിഷൻ എടുക്കേണ്ടത് എന്നുള്ളതും നമ്മൾ ഈ ഒരു യൂണിറ്റിന്റെ ഒബ്ജക്റ്റീവ് ആണ്. ആൻഡ് ലാസ്റ്റ് വൺ, റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് പ്രോഡക്റ്റ് മാനേജർ. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, അതായത് പ്രൊഡക്റ്റ് മാനേജ്മെന്റ് ആണെങ്കിലും പ്രൊഡക്റ്റ് ഓഫറിംഗ് ആണെങ്കിലും ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോഡക്ട്സ്, ഇതെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹെഡ് വേണം അല്ലെ. ആ ഹെഡിനെയാണ് നമ്മൾ പ്രോഡക്റ്റ് മാനേജർ എന്ന് പറയുന്നത്. സോ ആ പ്രോഡക്റ്റ് മാനേജറിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, അയാളുടെ റെസ്പോൺസിബിലിറ്റീസ്, റോൾസ്, ഇതൊക്കെ എന്തൊക്കെയാണെന്നുള്ളതും നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ആദ്യം എന്താണ് ഒരു പ്രൊഡക്റ്റ് എന്നുള്ളത് നോക്കണം. ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസിന്റെ ഏറ്റവും വലിയൊരു ഫാക്ടറാണ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. പലതരം കസ്റ്റമേഴ്സിന്റെ നീഡ്സും വാണ്ട്സും ഇതെല്ലാം നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം അല്ലെ. അത് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രോഡക്ട്സ് നമ്മൾ ഇറക്കുന്നത്. സോ പ്രോഡക്റ്റ് ഒരു ബിസിനസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ്. നമ്മൾ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് പഠിക്കുമ്പോൾ 4 P's നമ്മൾ പഠിക്കും. പ്രോഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ. അതിലൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ തന്നെയാണ് എന്ത്, പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. നമുക്കിപ്പോ ഒരു യാത്ര പോകണം, സോ നമുക്ക് അതിനൊരു കാർ വേണം, ബൈക്ക് വേണം, ഇതൊക്കെ ഒരു പ്രോഡക്റ്റ് ആണ് അല്ലെ. അതുപോലെ നമ്മളൊരു പബ്ലിക് ട്രാൻസ്പോർട്ടിൽ നമ്മൾ പോയിട്ട് ടിക്കറ്റ്, ഒരു ബസ് ടിക്കറ്റ് എടുക്കുന്നു, അതൊരു സർവീസ് ആണ്. ഇതെല്ലാം നമ്മുടെ പ്രോഡക്റ്റിൽ ഇൻക്ലൂഡ് ആയി വരുന്ന കാര്യമാണ്. നെക്സ്റ്റ് ഇസ് പ്രൊഡക്റ്റ് മാനേജ്മെന്റ് ഇസ് എ സെൻട്രൽ ടു ദ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഫംഗ്ഷൻ. ഒരു മാർക്കറ്റിംഗ് മാനേജ്മെന്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് എന്ത്, പ്രോഡക്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഈ പറയുന്ന പ്രോഡക്റ്റ് ഒക്കെ മാനേജ് ചെയ്യണം അല്ലെ. അതിനാണ് പ്രോഡക്റ്റ് മാനേജ്മെന്റ് എന്ന് ഉള്ളത് പറയുന്നത്. പ്രോഡക്റ്റ് മാനേജ്മെന്റ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ മുൻകൂട്ടി ചെയ്യണം, ഫോർകാസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളും പ്ലാൻ ചെയ്യേണ്ട കാര്യങ്ങളും എല്ലാം ഈ പ്രോഡക്റ്റ് മാനേജ്മെന്റിൽ ഉണ്ട്. അതുപോലെ തന്നെ പുതിയൊരു പ്രോഡക്റ്റ് നമ്മൾ കൊണ്ടുവരുന്നു, എന്തൊക്കെ രീതിയിലുള്ള കാര്യങ്ങളാണ് വേണ്ടത്, ഏതൊക്കെ പുതിയ ഡെവലപ്മെന്റ്സ് ആണ് നമ്മൾ കൊണ്ടുവരേണ്ടത് എന്നുള്ളതെല്ലാം ഈ ഒരു പ്രോഡക്റ്റ് മാനേജ്മെന്റിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ പ്രോഡക്റ്റും പ്രോഡക്റ്റ് മാനേജ്മെന്റുമാണ് ഈ ഒരു യൂണിറ്റിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. സോ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് എന്താണ് പ്രോഡക്റ്റ് മാനേജ്മെന്റ് എന്നുള്ളതാണ്. That is managing various product lines or products and the overall product mix of the company. കമ്പനി നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ കമ്പനി നമ്മുടെ പ്രോഡക്ട്സ് ഏതൊക്കെ രീതിയിൽ മാനേജ് ചെയ്യുന്നു എന്നുള്ളതിനെയാണ് പ്രോഡക്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ പ്രോഡക്ട്സ് ആവാം, അല്ലെങ്കിൽ പ്രോഡക്റ്റ് ലൈൻസ് ആവാം.
പ്രോഡക്റ്റ് ലൈൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പ്രോഡക്ട്സ് തന്നെ ഒരു സിംഗിൾ ബ്രാൻഡിന്റെ കീഴിലുള്ളതിനെയാണ് പ്രോഡക്റ്റ് ലൈൻസ് എന്നുള്ളത് പറയുന്നത്. സോ എല്ലാ പ്രോഡക്ട്സും എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതിനെയാണ് പ്രോഡക്റ്റ് മാനേജ്മെന്റ് എന്നുള്ളത് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പ്രോഡക്റ്റ് പോളിസി. പ്രോഡക്റ്റ് പോളിസി എന്നും നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് മാനേജ്മെന്റിനെ പറയും. എന്തുകൊണ്ടാണ്? പോളിസി എന്ന് പറഞ്ഞ ഒരുപാട് സ്ട്രാറ്റജീസ് ഉണ്ട് അല്ലെ, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, അല്ലെങ്കിൽ പുതിയൊരു പ്രോഡക്റ്റ് കൊണ്ടുവരികയാണെങ്കിൽ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, ഒരു പ്രോഡക്റ്റ് ഏതൊക്കെ രീതിയിൽ മാനേജ് ചെയ്യണം, സക്സസ്ഫുൾ ആക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം, ഇതുപോലെ ഒരുപാട് സ്ട്രാറ്റജീസ് ഉണ്ട് അല്ലെ. സോ ഈ സ്ട്രാറ്റജീസ് എല്ലാം നമ്മൾ മാനേജ് ചെയ്യേണ്ടത് ആവശ്യമാണ്. സോ അതുകൊണ്ടാണ് പ്രോഡക്റ്റ് പോളിസി എന്ന് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് മാനേജ്മെന്റിനെ പറയുന്നത്. സോ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് മാനേജ്മെന്റിന്റെ മെയിൻ ടാസ്ക് എന്തൊക്കെയുള്ളതാണെന്ന് നോക്കാം. സോ ഫസ്റ്റ് വൺ ഈസ് അപ്രൈസൽ ഓഫ് ഈച്ച് പ്രോഡക്റ്റ് ലൈൻ ആൻഡ് ഈച്ച് പ്രോഡക്റ്റ്. ഓരോ പ്രോഡക്റ്റും അല്ലെങ്കിൽ പ്രോഡക്റ്റ് ലൈനും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം അല്ലെ. ഇപ്പൊ നമ്മൾ ഒരു പോസിറ്റീവ് എടുക്കുകയാണ്, ഒരു പോസിറ്റീവ് സൈഡ് നമ്മൾ നോക്കുകയാണ് ഒരു പ്രൊഡക്റ്റിന്റെ. സോ ആ പോസിറ്റീവ് സൈഡ് എങ്ങനെ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളത് ആരുടെ ടാസ്ക് ആണ്? പ്രൊഡക്റ്റ് മാനേജ്മെന്റിന്റെ ടാസ്ക് ആണ്. അതുപോലെ ഇനി അഥവാ ഒരു നെഗറ്റീവ് ഉണ്ട് എന്ന് വിചാരിക്കാം. സോ ആ നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതെങ്ങനെ ഓവർകം ചെയ്യണം, ആ നെഗറ്റീവ് ഒന്നും ഇല്ലാതാക്കി ആ ഒരു പ്രൊഡക്റ്റ് സക്സസ്ഫുൾ ആയിട്ട് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് നോക്കേണ്ടത് പ്രൊഡക്റ്റ് മാനേജ്മെന്റിന്റെ മെയിൻ ടാസ്ക് ആണ്. നെക്സ്റ്റ് വൺ ഇസ് ഡിസിഷൻസ് ഓൺ പാക്കേജിങ്. പാക്കേജിങ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ആ ഒരു പ്രോഡക്റ്റിന്റെ ഒരു ഔട്ടർ കവർ അല്ലെ, ആ ഒരു പ്രോഡക്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് പാക്കേജിങ് എന്ന് പറയുന്നത്. സോ ഈ പാക്കേജിങ് ഏത് രീതിയിലായിരിക്കണം, അത് മറ്റൊരാൾക്ക് അട്രാക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ ഒരു പാക്കേജിങ് കണ്ടിട്ട് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് വാങ്ങിക്കാം എന്ന് തോന്നേണ്ട ആവശ്യമുണ്ട്. പ്രൊട്ടക്ഷൻ മാത്രമല്ല, അവിടെ ഒരു അട്രാക്റ്റീവ്നെസ്സും പാക്കേജിങ്ങിന്റെ കാര്യത്തിൽ നോക്കേണ്ട ആവശ്യമുണ്ട്. സോ അതെങ്ങനെയാണ് നോക്കേണ്ടത്, ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അതിനു വേണ്ടി ചെയ്യേണ്ടത്, സോ അതിന്റെ ഡിസിഷൻസ് എങ്ങനെ എടുക്കാം എന്നുള്ളതും പ്രൊഡക്റ്റ് മാനേജ്മെന്റിന്റെ ഒരു മെയിൻ ടാസ്ക് ആണ്. ഇറ്റ് ഈസ് പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ ആൻഡ് പൊസിഷനിങ്. പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറയുമ്പോൾ ഒരു പ്രോഡക്റ്റ് മറ്റൊരു പ്രോഡക്റ്റിൽ നിന്നും ഡിഫറെന്റ് ആയിരിക്കണം. ഇപ്പം നമ്മുടെ ഒരു ഷോപ്പിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് രീതിയിലുള്ള പ്രോഡക്ട്സ് ഉണ്ട്. ഈ പ്രോഡക്ട്സ് എങ്ങനെയാണ് നമുക്ക് ഇത് മതി അല്ലെങ്കിൽ നമുക്ക് അത് വേണ്ട എന്ന് തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? എന്തെങ്കിലും ഒരു ഫീച്ചറോ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ഡിഫറൻസ് ഉണ്ടാവും. സോ എന്ത് ഡിഫറൻസ് കൊണ്ടുവന്നാലാണ് കസ്റ്റമർ നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങുക. അതുപോലെ ആൻഡ് പൊസിഷനിങ്, ഏതൊരു രീതിയിലാണ് ആ പ്രൊഡക്റ്റ് നിൽക്കേണ്ടത്. ആ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ആ ബാക്കിയുള്ള ആൾട്ടർനേറ്റീവ്സ് കളഞ്ഞ് നമ്മുടെ പ്രൊഡക്റ്റ് എന്തുകൊണ്ട് വാങ്ങുന്നു എന്നുള്ളതെല്ലാം നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ട്. സോ അതും പ്രൊഡക്റ്റ് മാനേജ്മെന്റ് ആണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് മാനേജിങ് ബ്രാൻഡ്സ് ആൻഡ് ഡെവലപ്പിംഗ് ബ്രാൻഡ് ഇക്വിറ്റി. ബ്രാൻഡ് മാനേജ് ചെയ്യുക. നമുക്കൊരു ബ്രാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബ്രാൻഡ് നല്ല രീതിയിൽ തന്നെ മാനേജ് ചെയ്ത് കൊണ്ടുപോവുക. ഏതൊക്കെ രീതിയിലാണ് പുതിയ പുതിയ ബ്രാൻഡ്സ് വരുമ്പോൾ നമ്മുടെ ബ്രാൻഡ് അപ്പോഴും നിലനിൽക്കണം. ആ ഒരു കസ്റ്റമർ ഈ ബ്രാൻഡ് മതി എന്ന് പറയണം. അത് ഏത് രീതിയിലാണ് അത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുക എന്നുള്ളതാണ് മാനേജിങ് ബ്രാൻഡ്സ് ആൻഡ് ഡെവലപ്പിംഗ് ബ്രാൻഡ് ഇക്വിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഇന്നോവേഷൻസ് ആൻഡ് ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ്. പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരിക, പുതിയ പുതിയ ഇന്നോവേഷൻസ്, പുതിയ പുതിയ പ്രോഡക്ട്സ് കൊണ്ടുവരുമ്പോൾ അതിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്. നമ്മുടെ ഇപ്പം ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ലോകം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ പുതിയ പുതിയ ഓരോ കാര്യങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്താലേ നമ്മുടെ ആ പ്രോഡക്റ്റിനും എന്തെങ്കിലും ഒരു വാല്യൂ ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മൾ എപ്പോഴും ഇന്ന് ക്രിയേറ്റ് ചെയ്ത പ്രോഡക്റ്റ് ഇനി എക്കാലവും ഇതേ രീതിയിൽ തന്നെ കൊണ്ടുപോയാൽ അവിടെ നമുക്കൊരു ഡെവലപ്മെന്റും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. സോ അതിനു വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം പ്രൊഡക്റ്റ് മാനേജ്മെന്റ് ആലോചിക്കേണ്ട കാര്യമാണ്. ആൻഡ് നെക്സ്റ്റ് ഈസ് മാനേജിങ് പ്രൊഡക്റ്റ് ക്വാളിറ്റി. എപ്പോഴും ഒരു കസ്റ്റമർ മെയിൻ ആയിട്ട് ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ നോക്കുന്നത് അതിന്റെ ക്വാളിറ്റിയാണ്. ബാക്കി ഇപ്പൊ പ്രൈസോ അല്ലെങ്കിൽ അതിന്റെ സ്റ്റൈലോ ഒക്കെ നമ്മൾ നോക്കുന്നുണ്ടെങ്കിലും മെയിൻ ആയിട്ട് പ്രൊഡക്റ്റ് ക്വാളിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ ആ ക്വാളിറ്റി എപ്പോഴും നമ്മൾ കീപ്പപ്പ് ചെയ്ത് കൊണ്ടുപോകണം. അപ്പൊ അതെങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളതും ഈ ഒരു പ്രൊഡക്റ്റ് മാനേജ്മെന്റിന്റെ മെയിൻ ടാസ്ക് ആണ്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് മാനേജിങ് ദ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ ഓഫ് പ്രോഡക്ട്സ്. ഒരു പ്രൊഡക്റ്റിന് ഒരു പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ ഉണ്ടാവും അല്ലെ. നമ്മളിപ്പോ ഒരു പ്രൊഡക്റ്റ് ആദ്യമായി മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു, എല്ലാവരും അത് വന്ന് അപ്പൊ തന്നെ വാങ്ങണമെന്നൊന്നുമില്ല. പക്ഷെ അതിനെക്കുറിച്ച് പിന്നീട് അറിഞ്ഞു വരുമ്പോൾ ആൾക്കാർ ചിലപ്പോൾ കൂടുതൽ അത് വാങ്ങും. സോ ആ ഒരു പ്രൊഡക്റ്റിന് ഒരു ഗ്രോത്ത് ഉണ്ടാവും. സോ അതുപോലെ ആ രീതിയിൽ ഓരോ സ്റ്റേജസിലേക്കും നമ്മുടെ ആ പ്രോഡക്റ്റ് പൊക്കോണ്ടിരിക്കും.
സോ ആ സ്റ്റേജസിലേക്ക് പോകുമ്പോൾ അതേ രീതിയിൽ തന്നെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ആ പ്രോഡക്റ്റിന് സാധിക്കണം, അല്ലെ? അതൊരു മോശം സ്റ്റേജിലേക്ക് പോകാതെ നല്ല സ്റ്റേജിൽ തന്നെ നല്ല രീതിയിൽ തന്നെ പോവാനായിട്ട് ഈ പ്രൊഡക്റ്റ് മാനേജ്മെന്റ് ഹെൽപ്പ് ചെയ്യും. സോ ഇതെല്ലാമാണ് പ്രൊഡക്റ്റ് മാനേജ്മെന്റിന്റെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത്. സോ നമ്മൾ പ്രൊഡക്റ്റ് മാനേജ്മെന്റ് എന്താണെന്ന് നോക്കി. നെക്സ്റ്റ് നമുക്ക് എന്താണ് പ്രൊഡക്റ്റ് എന്നുള്ളത് നോക്കാം. സോ പ്രൊഡക്റ്റ് മീൻസ് കമ്പനീസ് ഓഫർ ടു ദ മാർക്കറ്റ്. ഒരു മാർക്കറ്റിലേക്ക് കമ്പനി ഓഫർ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ക്യാൻ ബി എ ഫിസിക്കൽ ഗുഡ്, സർവീസ് or an idea or any combination of the three, offering a bundle of satisfactions. ഒരു കസ്റ്റമറുടെ നീഡ്സും വാണ്ട്സും മനസ്സിലാക്കി അത് ഏത് രീതിയിൽ കൊണ്ടുവരണം എന്നുള്ളതാണ്. അതായത് ഒരു ഫിസിക്കൽ ഗുഡ് ആയിരിക്കാം, അല്ലെ? നമുക്ക് കാണാനോ തൊടാനോ സാധിക്കുന്നതായിരിക്കാം. സർവീസ് ആയിരിക്കാം, സേവനമായിരിക്കാം, അല്ലെങ്കിൽ ഐഡിയ ആയിരിക്കാം. നമ്മൾ പുതിയൊരു ഐഡിയ കൊണ്ടുവന്നു, ഓൾറെഡി ഉള്ള ഒരു പ്രോഡക്റ്റിൽ നമ്മൾ പുതിയൊരു ഐഡിയ കൊണ്ടുവന്ന് ചെറിയ മാറ്റം വരുത്തുന്നു, അല്ലെ? അങ്ങനെയാവാം. അല്ലെങ്കിൽ ഇത് മൂന്നും കൂടി മിക്സ് ആയിട്ടുള്ളതും ആവാം. നമ്മുടെ മെയിൻ ഉദ്ദേശം എന്താണ്? കസ്റ്റമർ സാറ്റിസ്ഫൈ ആവണം. അതിനുവേണ്ടി നമ്മൾ കൊണ്ടുവരുന്നതിനാണ് പ്രോഡക്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഇത് ഇൻടാഞ്ചിബിൾ ആവാം, ടാഞ്ചിബിൾ ആവാം. ടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് തൊടാനോ കാണാനോ സാധിക്കുന്നത്. ഇൻടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ കാണാനോ തൊടാനോ സാധിക്കുന്നില്ല. ഇപ്പൊ സർവീസ് എന്ന് പറയുന്നത് ഒരു ഇൻടാഞ്ചിബിൾ ആണ്, അല്ലെ? സോ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് നോക്കുന്നതിനാണ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് എങ്ങനെയായാലും അത് പൂർത്തീകരിച്ചു കൊടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് പ്രോഡക്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. ആളുടെ ബെനഫിറ്റ്സ്, ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു ബെനഫിറ്റ് ഉണ്ടാവണം എന്ന് കസ്റ്റമറിന് തോന്നണം. അതിനെയാണ് പ്രോഡക്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഇവിടെ കണ്ടോ, ഒരുപാട് പ്രോഡക്ട്സ് അവിടെ ആ ഒരു പിക്ചറിലുണ്ട്, അല്ലെ? അത് ഉപ്പ്, ഹോർലിക്സ്, അതുപോലെ എണ്ണ, പേസ്റ്റ്, അങ്ങനെ ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്. ഈ എല്ലാ പ്രോഡക്ട്സും നമുക്ക് അത്യാവശ്യമുള്ളതാണ്. സോ ഇതിൽ ഏത് പിക്ക് ചെയ്യണം, ഇത് എങ്ങനെയൊക്കെയാണ് നമ്മൾ അത് ക്ലാസിഫൈ ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം നമ്മൾ ആ ഒരു പ്രോഡക്റ്റിൽ നിന്നാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ്, കമ്പോണൻസ് ഓഫ് എ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റിന് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. 6 കമ്പോണൻസ് ആണ് നമുക്കൊരു പ്രോഡക്റ്റിന് ഉള്ളത്. സോ ഫസ്റ്റ് വൺ ഈസ് ദ കോർ പ്രോഡക്റ്റ്. കോർ പ്രോഡക്റ്റ് മീൻസ് ബേസിക് കോൺസ്റ്റിറ്റ്യൂവന്റ് ഓഫ് ദ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യത്തെയാണ് നമ്മൾ കോർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അതായത് മെയിൻ പ്രോഡക്റ്റ്, നമ്മുടെ പ്രൈമറി പർപ്പസ് എന്തായിരിക്കണം, അതിനെയാണ് നമ്മൾ കോർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. പ്രൈമറി ആയിട്ട് ഇപ്പൊ നമുക്കൊരു സോപ്പ് വാങ്ങണം, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? കോർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ആ ഒരു സോപ്പ് അത്രയേ ഉള്ളൂ, അതാണ് നമ്മുടെ മെയിൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, അതാണ്. സോ അതിനെയാണ് നമ്മൾ കോർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. Next one is the associated features that is contribute to the total personality of the product. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു സോപ്പ്, അല്ലെ? ആ ഒരു സോപ്പ് നമുക്ക് പല രീതിയിലുള്ള സോപ്പുകളുണ്ട്. പല ഷേപ്പ് ഉണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും കളറിൽ വ്യത്യാസം ഉണ്ടാവാം, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. സോ അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ആ ഫീച്ചേഴ്സ് എല്ലാം കൂടി കൂടുമ്പോഴാണ് നമുക്ക് ടോട്ടൽ ആയിട്ടുള്ള ഒരു സോപ്പ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്നത്. സോ അത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് അസോസിയേറ്റഡ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ബേസിസ് ഫോർ ഡിഫറൻസിയേഷൻ, അല്ലെ? നമ്മളൊരു ഷോപ്പിൽ പോവാണെങ്കിൽ ഒരുപാട് ടൈപ്പ് ഓഫ് സോപ്പ് ഉണ്ടാവും. ഒരു സോപ്പിൽ നിന്നും മറ്റൊരു സോപ്പ് ഡിഫറെന്റ് ആവണം. ചിലപ്പോൾ അതിന്റെ കളർ വെച്ചിട്ടാവും, ചിലപ്പോൾ അതിന്റെ ഇൻഗ്രീഡിയൻസ്, ചിലപ്പോൾ ഒന്ന് സാൻഡൽ സോപ്പ് ആയിരിക്കും, മറ്റൊന്ന് റോസ് ഫ്ലേവർ ഉള്ള സോപ്പ് ആയിരിക്കും. അങ്ങനെ ഡിഫറെന്റ് ആയിരിക്കും. ഒരു സോപ്പിൽ നിന്നും മറ്റൊരു സോപ്പ് ഡിഫറെന്റ് ആയിരിക്കും. അതൊക്കെ ഡിഫറെന്റ് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കുന്നതിനാണ് അസോസിയേറ്റഡ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ബ്രാൻഡ് നെയിം. ബ്രാൻഡ് നെയിം മീൻസ് റെക്കഗ്നൈസ് സ്പെസിഫിക് പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റ് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയണം. അതിനാണ് ഇപ്പൊ നമ്മൾ ഒരു ഷോപ്പിൽ പോയിട്ട് പറയാണ് നമുക്ക് കോൾഗേറ്റ് വേണമെന്ന് പറയുകയാണെങ്കിൽ ഷോപ്പ് കീപ്പർക്കും മനസ്സിലാവും, നമുക്കും അറിയാം നമ്മൾ ഉദ്ദേശിക്കുന്നത് ടൂത്ത് പേസ്റ്റ് ആണ്. അല്ലാതെ നമ്മൾ ടൂത്ത് പേസ്റ്റ് വേണമെന്ന് ആവില്ല ചിലപ്പോൾ പറയുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഇനി അഥവാ ഒരു ടൂത്ത് പേസ്റ്റ് വേണമെന്ന് പറഞ്ഞാലും അവർ ഏതിന്റെ ആണെന്ന് ചോദിക്കും. മിക്കവാറും കോൾഗേറ്റ് എന്ന് തന്നെയാവും നമ്മൾ പറയാം. കോൾഗേറ്റ് ഉണ്ട്, പെപ്സോഡന്റ് ഉണ്ട്, ഒരുപാടുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു സ്പെസിഫിക് പേരെടുത്ത് പറയുന്നതിനാണ് ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ ഞാൻ 2 എക്സാമ്പിൾ കൊടുത്തേക്കുന്നത് ഉജാല ആൻഡ് ഡെറ്റോൾ, അല്ലെ? നമ്മൾ നീലം വേണം എന്നല്ല പറയാം, ഉജാല വേണം എന്നാണ് പറയാ. അതുപോലെ തന്നെയാണ് ഡെറ്റോളും. ആന്റിസെപ്റ്റിക് ലോഷൻ വേണം എന്നല്ല പറയുന്നത്, നമുക്കൊരു ഡെറ്റോൾ വേണം എന്നാണ് പറയുന്നത്. സോ അതാണ് ബ്രാൻഡ് നെയിം. നമുക്ക് ആ ഒരു എന്താണ് ആ പ്രോഡക്റ്റ് അത് നമുക്ക് പെട്ടെന്ന് സ്പെസിഫൈ റെക്കഗ്നൈസ് ചെയ്യാൻ സാധിക്കുന്നതിനെയാണ് ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ദ ലോഗോ. ലോഗോ എന്ന് പറയുമ്പോൾ ബ്രാൻഡ് മാർക്ക് ഓർ സിംബൽ. ഈ ബ്രാൻഡ് നെയിം പോലെ തന്നെയാണ് ഒരു സിംബലോ അല്ലെങ്കിൽ മാർക്കോ. ബ്രാൻഡ് നെയിം എന്ന് പറയുമ്പോൾ ഒരു പേരായിരുന്നു, ഇവിടെ നമുക്കൊരു സിംബൽ ആയിരിക്കാം.
അല്ലെങ്കിൽ ഒരു മാർക്ക് ആയിരിക്കാം. അതിനെയാണ് ദ ലോഗോ എന്ന് പറയുന്നത്. നമുക്ക് ആ ഒരു ലോഗോ കാണുമ്പോൾ തന്നെ നമുക്ക് അത് ഏത് പ്രോഡക്റ്റിന്റെ ആണെന്ന് പെട്ടെന്ന് മനസ്സിലാവും. അതാണ് ഒന്ന്. അവിടെ ആപ്പിളിന്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് സ്റ്റാർബക്സ്. അപ്പൊ ആ ലോഗോ കാണുമ്പോൾ തന്നെ അത് ഏത് പ്രോഡക്റ്റ് ആണെന്ന് പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ ഈസ് ദ പാക്കേജ്. നമ്മൾ പറഞ്ഞു പ്രൊഡക്റ്റ് മാനേജ്മെന്റിന്റെ ഒരു മെയിൻ ടാസ്ക് ആണ് ഡിസിഷൻസ് ഓൺ പാക്കിംഗ് എന്ന് പറയുന്നത്, അല്ലെ? സോ ആ പാക്കേജ് എന്തിനാണ്? ഒരു പ്രൊഡക്റ്റിന്റെ മെയിൻ കമ്പോണന്റ് ആണ്. പാക്കേജ് മീൻസ് പ്രൊട്ടക്ട്സ് ദ പ്രോഡക്റ്റ് ആൻഡ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ. ഒരു പ്രോഡക്റ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നു, അത് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ അത് ഭയങ്കര സേഫ് ആയിട്ട് ആ പ്രോഡക്റ്റ് സേഫ് ആയിട്ട് ഇരിക്കുന്നത് ഈ ഒരു പാക്കേജിങ്ങിലാണ്, അല്ലെ? ഒരു പൊടിപടലങ്ങളും വരാതെ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നും വരാതെ തന്നെ ആ പ്രോഡക്റ്റ് സേഫ് ആയിട്ട് ഇരിക്കുന്നു. അതുപോലെ തന്നെ ഇറ്റ്സ് ഓൾസോ പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ, അല്ലെ? നമ്മൾ ആ പാക്കേജിൽ നോക്കിയാൽ നമുക്ക് അതിന്റെ വില അറിയാനായിട്ട് സാധിക്കും, അതിന്റെ ഡേറ്റ് ഓഫ് മാനുഫാക്ചറിങ് അറിയാനായിട്ട് സാധിക്കും, എക്സ്പയറി ഡേറ്റ് അറിയാനായിട്ട് സാധിക്കും. അതിലങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇൻഫോർമേഷൻസ് അതിൽ കൊടുത്തിട്ടുണ്ടാവും, അല്ലെ? ഇതെല്ലാം നമുക്ക് പാക്കേജിങ്ങിൽ നിന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് ഇറ്റ് ഓൾസോ ആഡ്സ് ടു ഇറ്റ്സ് അസ്തെറ്റിക്സ് ആൻഡ് സെയിൽസ് അപ്പീൽ. ഒരു അട്രാക്റ്റീവ്നെസ് തോന്നുന്നു ആ ഒരു പാക്കേജിങ് നമുക്ക് കാണുമ്പോൾ, ഇത് നമുക്ക് വാങ്ങാം. ആ ഒരു അട്രാക്റ്റീവ്നെസ്സും കാര്യങ്ങളും തോന്നാനും പാക്കേജിങ് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ദ ലേബൽ. ലേബൽ മീൻസ് റിട്ടൺ ഇൻഫർമേഷൻ അബൌട്ട് ദ പ്രോഡക്റ്റ്. ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഒരു റിട്ടൺ ഇൻഫർമേഷൻ ഉള്ളതിനെയാണ് ലേബൽ എന്ന് പറയുന്നത്. ആ ഒരു പാക്കേജിങ് നമ്മൾ എടുക്കുമ്പോൾ ആ പാക്കേജിങ്ങിൽ നമുക്ക് അതിനകത്ത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഉള്ളത്, ആ ഓരോ ഇൻഗ്രീഡിയൻസും എത്ര വീതമാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്, ഇതിനെല്ലാമാണ് ദ ലേബൽ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് നേച്ചർ, ഫീച്ചേഴ്സ്, കമ്പോസിഷൻ ഓഫ് ദ പ്രോഡക്റ്റ്. എന്തൊക്കെയാണ് ആ പ്രോഡക്റ്റ് ഉള്ളത്, ആ പ്രോഡക്റ്റിന്റെ പ്രത്യേകത എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ പാക്കേജിങ്ങിന്റെ പുറത്ത് തന്നെ ഉണ്ടാവുന്നതാണ് ഈ ലേബലും. അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നു. സോ ഇത്രയാണ് നമ്മുടെ പ്രോഡക്റ്റിന്റെ കമ്പോണൻസ് എന്ന് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പ്രോഡക്റ്റ് ലെവൽസ് ആണ് പഠിക്കുന്നത്. ഓരോ പ്രോഡക്റ്റിനും ഓരോ ലെവൽസ് ഉണ്ട്. അപ്പൊ മെയിൻ നമുക്ക് 5 ലെവൽസ് ആണ് പഠിക്കാനുള്ളത്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് കോർ ബെനിഫിറ്റ്. കോർ ബെനിഫിറ്റ് മീൻസ് ഫണ്ടമെന്റൽ ലെവൽ ഇൻ എ പ്രോഡക്റ്റ്. ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങുന്നതിന്റെ പ്രൈമറി പർപ്പസ്, അതിനെയാണ് കോർ ബെനിഫിറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് ലെവലാണ് നമ്മുടെ ആ പ്രൊഡക്റ്റ് ലെവലിലെ ഫസ്റ്റ് ലെവലാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ഹോട്ടലിൽ പോകുന്നു, നമുക്കൊരു റൂം വേണമെന്ന് പറയും, അതാണ് നമ്മുടെ കോർ ബെനിഫിറ്റ്. അപ്പൊ നമ്മൾ ആ റൂം വേണമെന്ന് പറയുമ്പോൾ നമ്മുടെ പ്രധാന ഉദ്ദേശം എന്താണ്? നമുക്കൊന്ന് റെസ്റ്റ് എടുക്കണം, ഒന്ന് ഉറങ്ങണം. അതിനാണ് നമുക്ക് റൂം വേണമെന്ന് നമ്മൾ പറയുന്നത്. സോ നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങുകയാണ് അവിടെ, അതിനെയാണ് കോർ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഫണ്ടമെന്റൽ ലെവലിന്റെ പ്രൊഡക്റ്റ് പ്രൈമറി പർപ്പസ്, അതിനാണ് കോർ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ബേസിക് പ്രോഡക്റ്റ്. നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് കിടക്കാണ് ബേസിക് പ്രോഡക്റ്റ്. അതായത് ആട്രിബ്യൂട്ട്സ് ആബ്സല്യൂട്ട്ലി നെസസറി, നമുക്ക് അത്രയും അത്യാവശ്യമാണ്, അതിനെയാണ് ബേസിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു നമ്മളൊരു റൂം എടുക്കുക എന്ന് പറഞ്ഞു, ആ റൂമിൽ നമ്മൾ പോകുമ്പോൾ നമുക്കൊരു കട്ടില് വേണം, ഒരു ബാത്റൂം വേണം, അല്ലെ? ഒരു മേശ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വേണം, നമ്മുടെ ബാഗൊക്കെ വെക്കാൻ ഒരു മേശയോ അല്ലെങ്കിൽ കബോർഡോ എന്തെങ്കിലും വേണം. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ബേസിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല. നമുക്കൊരു റൂം വേണമെന്ന് പറഞ്ഞാൽ അത് ഓൾറെഡി അവിടെ ഉണ്ടായിരിക്കും, അത്രയും നെസസറി ആയിട്ടുള്ള കാര്യമാണത്. അതിനെയാണ് ബേസിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് പ്രോഡക്റ്റ്. അതായത് ബയേഴ്സ് നോർമലി എക്സ്പെക്ട്. അത് റൂം വാങ്ങിയ ആള് ഓൾറെഡി അത് എക്സ്പെക്ട് ചെയ്യും, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് ക്ലീൻ ആയിരിക്കണം, ആ റൂം ക്ലീൻ ആയിരിക്കണം, അതുപോലെ ബെഡിലാണെങ്കിൽ ഷീറ്റും കാര്യങ്ങളും ഒക്കെ ഫ്രഷ് ആയിരിക്കണം, ക്ലീൻ ആയിരിക്കണം, ഇതൊക്കെ വിചാരിക്കും, അല്ലെ? അതിനെയാണ് എക്സ്പെക്റ്റഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇതെല്ലാം ബയ്യർ എക്സ്പെക്ട് ചെയ്യുന്നതാണ്, ഇങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നതാണ് എക്സ്പെക്റ്റഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ആഗ്മെന്റഡ് പ്രോഡക്റ്റ്. ആഗ്മെന്റഡ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അഡീഷണൽ ഫീച്ചേഴ്സ് ഡിഫറൻഷിയേറ്റ് ഫ്രം കോമ്പറ്റീറ്റേഴ്സ്. ഇപ്പൊ ആ ഒരു പരിസരത്ത് ഒരുപാട് ഹോട്ടൽസ് ഉണ്ടാവും, പക്ഷെ നമ്മൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഹോട്ടലിൽ തന്നെ, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ വട്ടം പോയ അതേ ഹോട്ടലിൽ തന്നെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ കയറുന്നുണ്ടാവുക. കാരണം എന്താ? അവിടെ എന്തോ ഒരു അഡീഷണൽ ഫീച്ചർ ഉണ്ട് മറ്റുള്ള ഹോട്ടലിനെക്കാളും, അതുകൊണ്ടായിരിക്കും നമ്മൾ അവിടെ ചെല്ലുന്നത്. സോ അതിനെയാണ് ആഗ്മെന്റഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ചില ഹോട്ടൽസ് എടുക്കുകയാണെങ്കിൽ അവർ പറയും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരിക്കും എന്ന് പറയും. സോ നമുക്ക് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് അതൊരു അഡീഷണൽ ഫീച്ചർ ആണ്, ബാക്കിയുള്ള എല്ലാ ഹോട്ടലിലും ഉണ്ടാവണമെന്നില്ല. സോ അത് നമുക്കൊരു അഡീഷണൽ ഫീച്ചർ ആണ്, അല്ലെങ്കിൽ ഒരു അഡീഷണൽ ബെനിഫിറ്റ് ആണ്. സോ അതിനെയാണ് ആഗ്മെന്റഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് പൊട്ടൻഷ്യൽ പ്രോഡക്റ്റ്. ദാറ്റ് ഈസ് ന്യൂവർ വേസ് ടു സാറ്റിസ്ഫൈ കസ്റ്റമർ. ഒരു കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പുതിയ വഴികൾ കണ്ടുപിടിക്കുക. ചിലപ്പോൾ ആ കസ്റ്റമർ അത് എക്സ്പെക്ട് ചെയ്തിട്ട് പോലും ഉണ്ടാവില്ല, അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കാര്യമായിരിക്കും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? പൊട്ടൻഷ്യൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. സോ ഇതാണ് പ്രോഡക്റ്റ് ലെവൽസ് എന്ന് പറയുന്നത്. 5 ലെവൽസ് ആണ് നമുക്ക് ഉള്ളത്.
സോ ഇത് പ്രോഡക്റ്റ് ലെവൽസിന്റെ ഒരു പിക്ടോറിയൽ റെപ്രസെന്റേഷൻ കാണിച്ചതേ ഉള്ളൂ. കോട്ട്ലർ ആണ് ഈ ഒരു പ്രോഡക്റ്റ് ലെവൽ 5 പ്രോഡക്റ്റ് ലെവൽ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ അതിൽ ആ പിക്ടോറിയൽ റെപ്രസെന്റേഷനിൽ തന്നെ നമുക്ക് കാണാം കോർ ബെനിഫിറ്റ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബെനിഫിറ്റ് ആണ്, ഫണ്ടമെന്റൽ ആയിട്ടുള്ള ബെനിഫിറ്റ് ആണ് നമ്മൾ അകത്ത് വെച്ചിരിക്കുന്നത്. സോ പോകെ പോകെ ഓരോ ലെവൽസും വന്നുകൊണ്ടിരിക്കുന്നതിനെയാണ് കോട്ട്ലേഴ്സ് 5 പ്രോഡക്റ്റ് ലെവൽസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പ്രോഡക്റ്റ് ക്ലാസിഫിക്കേഷൻ പറയണം അല്ലെ. പല പല പ്രോഡക്ട്സ് ഉണ്ട്, ആ പ്രോഡക്ട്സ് ഓരോ രീതിയിലും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നുണ്ടാവും. അതിനെയാണ് പ്രോഡക്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ മെയിൻ ആയിട്ട് ഈ പ്രോഡക്റ്റ് ക്ലാസിഫിക്കേഷൻ വന്ന് 2 രീതിയിലാണുള്ളത്. ഒന്ന് ഓൺ ദ ബേസിസ് ഓഫ് ഡ്യൂറബിലിറ്റി ആൻഡ് ടാൻജിബിലിറ്റി ആൻഡ് നെക്സ്റ്റ് വൺ ഓൺ ദ ബേസിസ് ഓഫ് യൂസ്. അതിൽ ഓൺ ദ ബേസിസ് ഓഫ് യൂസിൽ നമുക്ക് 2 രീതിയിൽ നമ്മുടെ പ്രോഡക്റ്റ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, കൺസ്യൂമർ ഗുഡ്സും ഇൻഡസ്ട്രിയൽ ഗുഡ്സും. അപ്പൊ ഓരോന്നും എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഓൺ ദ ബേസിസ് ഓഫ് ഡ്യൂറബിലിറ്റി ആൻഡ് ടാൻജിബിലിറ്റി. ഡ്യൂറബിലിറ്റി ആൻഡ് ടാൻജിബിലിറ്റി എന്ന് പറയുമ്പോൾ ടാൻജിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് തൊടാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ കാണാൻ സാധിക്കുന്നത്, അങ്ങനെയുള്ള രീതിയിൽ ചിലത് നമുക്ക് തൊടാൻ സാധിക്കും, ചിലത് നമുക്ക് അതിന് സാധിക്കില്ല. അതിനെയാണ് ഓൺ ദ ബേസിസ് ഓഫ് ടാൻജിബിലിറ്റി എന്ന് പറയുന്നത്. ഡ്യൂറബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരുപാട് നാൾ നിലനിൽക്കും, ചിലത് കാര്യങ്ങൾ നമുക്ക് കുറച്ച് നാളത്തേക്ക് ഉണ്ടാവുള്ളൂ, അതിനെയാണ് ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത്. സോ ആ ബേസിസിൽ ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ പ്രൊഡക്റ്റ് ക്ലാസിഫൈ ചെയ്തതെന്ന് നോക്കാം. 3 രീതിയിലാണ് നമ്മുടെ ആ പ്രൊഡക്ട്സ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് ഡ്യൂറബിൾ ഗുഡ്സ്. ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറഞ്ഞാല് ഒരുപാട് നാൾ നിലനിൽക്കുന്ന ഗുഡ്സിനെയാണ് ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറയുന്നത്. ഒരുപാട് നാൾ അതിന് ലോങ് ടേം ആയിട്ട് അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ എ ടാൻജിബിൾ ഗുഡ്, നമുക്ക് തൊടാനോ അല്ലെങ്കിൽ കാണാനോ സാധിക്കുന്നതും ആയിരിക്കും അല്ലെ. ഇപ്പൊ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഇത് നമ്മൾ ഒരു തവണ വാങ്ങിച്ച് നമുക്ക് ഒരുപാട് നാളേക്ക് അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ടാൻജിബിൾ, തൊടാനും കാണാനും ഒക്കെ സാധിക്കുന്ന ഒരു ഗുഡാണ്. അതിനെയാണ് ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് നോൺ ഡ്യൂറബിൾ ഗുഡ്സ്. ഡ്യൂറബിൾ ഗുഡ്സിന്റെ നേരെ ഓപ്പോസിറ്റ്, നമുക്കത് ഒരുപാട് നാളൊന്നും ഉപയോഗിക്കാനോ കാണാനോ ഒന്നും സാധിക്കണമെന്നില്ല, കുറച്ച് നാളേക്ക് അത് ഉപയോഗിക്കാം, ഷോർട്ട് ടേം ആയിരിക്കും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, നോൺ ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറയുന്നത്. കുറച്ച് നാളേക്ക് അത് പെട്ടെന്ന് ചിലപ്പോൾ ചീത്തയാവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരികയോ എന്തെങ്കിലും ചെയ്യുന്നു. അതിന് എക്സാമ്പിൾ ആണ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അല്ലെ. ഇതൊക്കെ കുറച്ച് നാളേക്ക്, ഫുഡ് ഐറ്റംസ് ഒക്കെ നമുക്ക് കുറച്ച് നാളേക്ക് സൂക്ഷിച്ചു വെക്കാനായിട്ടോ അല്ലെങ്കിൽ ഉപയോഗിക്കാനായിട്ടോ സാധിക്കുള്ളൂ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക്, അപ്പൊ അത് നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഗുഡ്സിനെ നമ്മൾ നോൺ ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറയും. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ടാൻജിബിൾ, നമുക്ക് തൊടാനോ കാണാനോ സാധിക്കുകയും ചെയ്യും. ആൻഡ് നെക്സ്റ്റ് ഈസ് സർവീസസ്. സർവീസസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് നമുക്ക് നാളേക്ക് യൂസ് ചെയ്യാനും അല്ലെങ്കിൽ കുറച്ച് നാളേക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് സർവീസ്, സേവനം നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ഇൻടാൻജിബിൾ ആണ്, നമുക്ക് തൊടാനോ കാണാനോ സാധിക്കണമെന്നില്ല അല്ലെ. ഇപ്പൊ അവിടെ എക്സാമ്പിൾ നമ്മൾ കൊടുത്തേക്കുന്നതിൽ റെസ്റ്റോറന്റിൽ നമുക്ക് ഒരു ഫുഡ് വിളമ്പി തരുന്നു അല്ലെങ്കിൽ പ്ലേറ്റ് കൊണ്ടുവയ്ക്കുന്നു, ഇതൊക്കെ നമുക്കൊരു സർവീസ് ആണ് അല്ലെ. അപ്പൊ ഈ 3 രീതിയിലാണ് ഓൺ ദ ബേസിസ് ഓഫ് ഡ്യൂറബിലിറ്റി ആൻഡ് ടാൻജിബിലിറ്റി നമ്മുടെ ഗുഡ്സ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഓൺ ദ ബേസിസ് ഓഫ് യൂസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഓൺ ദ ബേസിസ് ഓഫ് യൂസില് നമുക്ക് ഏതൊക്കെ രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തത്, ഒന്ന് കൺസ്യൂമർ ഗുഡ്സും മറ്റൊന്ന് ഇൻഡസ്ട്രിയൽ ഗുഡ്സും. അതിൽ കൺസ്യൂമർ ഗുഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, കൺസ്യൂമേഴ്സ് ഡയറക്ട്ലി പോയി വാങ്ങുന്നതിനെയാണ് കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുന്നത്. സോ അത് നമുക്ക് 6 രീതിയിൽ ഇവിടെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. കൺവീനിയൻസ് ഗുഡ്സ്, ഷോപ്പിംഗ് ഗുഡ്സ്, ഹോമോജീനിയസ് ഗുഡ്സ്, ഹെട്രോജീനിയസ് ഗുഡ്സ്, സ്പെഷ്യാലിറ്റി ഗുഡ്സ് ആൻഡ് അൺസോൾഡ് ഗുഡ്സ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ കൺവീനിയൻസ് ഗുഡ്സ്. സോ ദാറ്റ് ഈസ് പർച്ചേസ്ഡ് ഫ്രീക്വന്റ്ലി, ഇമ്മീഡിയറ്റ്ലി, വിത്ത് മിനിമൽ എഫേർട്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വാങ്ങുന്ന സാധനങ്ങളിലെയാണ് കൺവീനിയൻസ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഇത് പ്രത്യേകിച്ച് അതിന് വലിയൊരു എഫേർട്ട് ഇടേണ്ട ആവശ്യമൊന്നുമില്ല, ഷോപ്പിൽ പോയാൽ നമുക്കത് വാങ്ങിക്കാം. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കൺവീനിയൻസ് ഗുഡ്സ് എന്ന് നമ്മൾ പറയുന്നത്. എക്സാമ്പിൾ ആണ് സോഫ്റ്റ് ഡ്രിങ്ക്സ്, സോപ്പ്, ന്യൂസ് പേപ്പർ അല്ലെ. ഇതൊക്കെ നമുക്ക് കൺവീനിയൻസ് ഗുഡ്സിലെ എക്സാമ്പിൾ ആണ്. ഈ കൺവീനിയൻസ് ഗുഡ്സ് തന്നെ 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് സ്റ്റേപ്പിൾസ്, നെക്സ്റ്റ് ഇമ്പൾസ് ഗുഡ്സ് ആൻഡ് എമർജൻസി ഗുഡ്സ്. സ്റ്റേപ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്, റെഗുലർ ബേസിസിൽ നമ്മൾ വാങ്ങുന്ന ഗുഡ്സിനെയാണ് സ്റ്റേപ്പിൾസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആണ് മിൽക്ക്, ബ്രെഡ്, അതുപോലെ ന്യൂസ് പേപ്പർ അല്ലെ. നമ്മൾ മിക്കവാറും അത് എല്ലാവരും അല്ല, എന്നാലും ഒട്ടുമിക്ക ആൾക്കാരും അത് ഡെയിലി വാങ്ങുന്നുണ്ടാവും അല്ലെ. അപ്പൊ പാല് നമുക്ക് ചായ ഉണ്ടാക്കാനും അല്ലെങ്കിൽ കാപ്പി ഉണ്ടാക്കാനും ഒക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. മിക്കവാറും നമ്മൾ അത് റെഗുലർ ബേസിസിൽ വാങ്ങുന്നതാണ് പാല്. അതുപോലെ തന്നെയാണ് ന്യൂസ് പേപ്പർ, നമ്മളത് റെഗുലർ ബേസിസിൽ വാങ്ങുന്നുണ്ടാവും അല്ലെ. ഡെയിലി വാങ്ങുന്നവരാണ് കൂടുതലുള്ളത്. സോ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, സ്റ്റേപ്പിൾസ് ടൈപ്പ് ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഇമ്പൾസ് ഗുഡ്സ്. ഇമ്പൾസ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, വിത്തൗട്ട് എനി പ്ലാനിങ്, നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല. നമ്മളൊരു ഷോപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്ന സാധനങ്ങൾ വാങ്ങണം എന്നുള്ള ലിസ്റ്റ് ഒക്കെ നമ്മൾ ചിലപ്പം വിചാരിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ആ ലിസ്റ്റിലുള്ള സാധനമേ ആവില്ല, പക്ഷെ നമ്മൾ ഷോപ്പിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ നമ്മളത് വാങ്ങിച്ചിട്ടുണ്ടാവും.
അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇമ്പൾസ് ഗുഡ്സ് എന്ന് പറയുന്നത്, വിത്തൗട്ട് എനി പ്ലാൻ. അതിനുള്ള എക്സാമ്പിൾ ആണ് ചോക്ലേറ്റ്, മാഗസീൻ. ചിലപ്പോൾ ഒരു മാഗസീൻ നമ്മൾ അവിടെ വെച്ച് കാണുമ്പോഴാവും കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങും. അതുപോലെ തന്നെ ചോക്ലേറ്റും ഒക്കെ നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്തു പോകുന്ന സാധനങ്ങളൊന്നുമില്ല. നെക്സ്റ്റ് ഈസ് എമർജൻസി ഗുഡ്സ്. എമർജൻസി ഗുഡ്സ് എന്ന് പറഞ്ഞാൽ അത്രയും അർജന്റ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് വാങ്ങേണ്ട ഒരു ഗുഡിനെയാണ് എമർജൻസി ഗുഡ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഷോപ്പിൽ പോയി, ഷോപ്പിൽ നിന്ന് തിരിച്ചിറങ്ങാൻ നേരത്താണ് നല്ല മഴ പെയ്യുന്നത്, നമുക്കാണെങ്കിൽ പെട്ടെന്ന് വീട്ടിൽ പോയിട്ട് അത്യാവശ്യമുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, ആ ഷോപ്പിൽ നിന്ന് തന്നെ ഒരു കുട വാങ്ങും അല്ലെ. നമുക്ക് ആ ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമുക്കത് വാങ്ങേണ്ടി വരികയാണ്. അതിനെയാണ് എമർജൻസി ഗുഡ്സ് എന്ന് പറയുന്നത്. സോ കൺവീനിയൻസ് ഗുഡ്സ് ഈ 3 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, ഓൺ ദ ബേസിസ് ഓഫ് യൂസിൽ ഉള്ള കൺസ്യൂമർ ഗുഡ്സിൽ വരുന്ന നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഗുഡ്സ് ആണ് ഷോപ്പിംഗ് ഗുഡ്സ്. ഷോപ്പിംഗ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, കൺസ്യൂമർ ക്യാരക്ടറിസ്റ്റിക്കലി കമ്പയർസ് ഓൺ ബേസിസ് ആസ് ക്വാളിറ്റി, പ്രൈസ്, സ്റ്റൈൽ അല്ലെ. അതായത് നമ്മളൊരു ഷോപ്പിങ്ങിന് സാധാരണ പോകുമ്പോൾ നമ്മൾ ഈ ഒരു ക്വാളിറ്റിയുടെ രീതിയിലോ അല്ലെങ്കിൽ പ്രൈസിന്റെയോ സ്റ്റൈലിന്റെയോ ഒക്കെ രീതിയിൽ കമ്പയർ ചെയ്യാണ്. നമ്മളിപ്പോ ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയി, സോ നമ്മളൊരു ചുരിദാർ എടുക്കുകയാണ്. അപ്പൊ ആ ചുരിദാർ എടുക്കുമ്പോൾ നമുക്കത് പല ടൈപ്പ് ഓഫ് ചുരിദാർ അവര് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് തരുന്നുണ്ടാവും. അപ്പൊ നമ്മൾ അത് എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്, ഒന്നെങ്കിൽ അതിന്റെ ക്വാളിറ്റി നോക്കിയിട്ടാവും, കമ്പയർ ചെയ്യും, ഇതാണോ നല്ലത് അതാണോ നല്ലത്, അല്ലെങ്കിൽ അതിന്റെ വില നോക്കിയിട്ടാവും, അല്ലെങ്കിൽ അതിന്റെ കളറോ സ്റ്റൈലോ അങ്ങനെ എന്തെങ്കിലും നോക്കിയിട്ടായിരിക്കും നമ്മൾ കമ്പയർ ചെയ്യുന്നത്. സോ അതിനെയാണ് ഷോപ്പിംഗ് ഗുഡ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഒരെണ്ണം വേണ്ട മറ്റത് മതി എന്ന് നമ്മൾ നിശ്ചയിക്കുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. എക്സാമ്പിൾ ആണ് ഫർണിച്ചറും ക്ലോത്തിങ്ങും അല്ലെ. അതൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. സോ അതിനെ നമ്മൾ ഷോപ്പിംഗ് ഗുഡ്സ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഹോമോജീനിയസ്. ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ സിമിലർ ഇൻ നേച്ചർ, ക്വാളിറ്റിയിൽ സിമിലർ ഇൻ ക്വാളിറ്റി ബട്ട് ഡിഫറെന്റ് ഇൻ പ്രൈസ്. പ്രൈസിൽ മാത്രമേ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവുള്ളൂ, ബാക്കി എല്ലാ രീതിയിലും അത് സിമിലർ ആയിരിക്കും. ക്വാളിറ്റിയുടെ രീതിയിലൊക്കെ അത് സിമിലർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ടെലിവിഷൻ സിസ്റ്റം അല്ലെ. ടെലിവിഷൻ സിസ്റ്റം ഇപ്പൊ കറുത്ത കളറിൽ തന്നെയാണ് എല്ലാ ടെലിവിഷൻ സിസ്റ്റവും ഉള്ളത്, പക്ഷെ അതിൽ വിലയിൽ വ്യത്യാസം ഉണ്ടാവും, അല്ലെങ്കിൽ ക്വാളിറ്റി ഒക്കെ സെയിം ആയിരിക്കും. നമുക്ക് ആ പിക്ചർ ക്വാളിറ്റി കാണുന്ന രീതി ഒക്കെ ഒന്ന് തന്നെയാണ്. ടെലിവിഷൻ സാധാരണ നമുക്ക് എന്തെങ്കിലും പ്രോഗ്രാംസോ അല്ലെങ്കിൽ സിനിമ എന്തെങ്കിലുമൊക്കെ കാണുവാൻ വേണ്ടിയിട്ടാണല്ലോ. സോ അതിന്റെ ക്വാളിറ്റി ഒക്കെ സെയിം ആയിരിക്കും, പക്ഷെ വിലയിൽ വ്യത്യാസം ഉണ്ടാവും അല്ലെ. ചിലപ്പോൾ അത് ബ്രാൻഡിന്റെ പേരിലായിരിക്കും ആ വിലയിൽ വ്യത്യാസം വരും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ടെലിവിഷൻ സിസ്റ്റത്തിനെയാണ് എന്തെന്ന് പറയുന്നത്, ഹോമോജീനിയസ് ഗുഡ്സ് എന്ന് പറയുന്നത്, സിമിലർ ഇൻ ക്വാളിറ്റി. നെക്സ്റ്റ് ഈസ് ഹെട്രോജീനിയസ് ഗുഡ്സ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്, ഡിഫർ ഇൻ പ്രോഡക്റ്റ് ഫീച്ചേഴ്സ്. ഇത് ഡിഫറെന്റ് ആയിരിക്കും, സെയിം ആയിരിക്കില്ല. എക്സാമ്പിൾ ആണ് ക്ലോത്തിങ് അല്ലെ. നമ്മുടെ ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ പല രീതിയിലുള്ള ക്ലോത്ത്സ് ആണ് അവിടെ ഉള്ളത്. അത് പ്രൈസിൽ മാത്രമല്ല അവിടെ ഡിഫറൻസ് വരുന്നത്, എല്ലാ രീതിയിലും ക്വാളിറ്റിയില് മെറ്റീരിയലില് എല്ലാ രീതിയിലും അവിടെ ഡിഫറൻസ് വരികയാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഹെട്രോജീനിയസ് ഗുഡ്സ് എന്ന് നമ്മൾ പറയുന്നത്. സോ നെക്സ്റ്റ് വൺ ഈസ് സ്പെഷ്യാലിറ്റി ഗുഡ്സ്. ദാറ്റ് ഈസ് യുണീക് ക്യാരക്ടറിസ്റ്റിക്സ് ബയേഴ്സ് ആർ വില്ലിംഗ് ടു മേക്ക് സ്പെഷ്യൽ പർച്ചേസിംഗ്. ഇത് തന്നെ മതി, നമുക്ക് എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉള്ളത് കൊണ്ടാണ് നമ്മൾ ആ ഒരു ഗുഡ് വാങ്ങുന്നത്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, സ്പെഷ്യാലിറ്റി ഗുഡ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ചിലവരുണ്ട് ഈ ബ്രാൻഡ് ഷൂസേ ഇടുള്ളൂ, അല്ലെങ്കിൽ ഈ ഒരു ബ്രാൻഡിന്റെ പെർഫ്യൂമേ ഞാൻ വാങ്ങുള്ളൂ എന്നുള്ള ആൾക്കാരുണ്ട്. അതിനെയാണ് സ്പെഷ്യാലിറ്റി ഗുഡ്സ് എന്ന് പറയുന്നത്. അതിന് ചിലപ്പോൾ എത്ര പൈസ ആയാലും വേണ്ടിയില്ല, ഇതേ ഞാൻ ഇടൂ, ഇതേ ഞാൻ വാങ്ങൂ എന്ന് പറയുന്നതിനാണ് സ്പെഷ്യാലിറ്റി ഗുഡ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആണ് കാർസും പെർഫ്യൂംസും അല്ലെ. ഇവിടെ ഒരുപാട് കാറുകളുണ്ട്, ഏതെങ്കിലും ഒരു കാറാണോ നോക്കുന്നത്, അല്ല, ഒരു പ്രത്യേക ഒരു ഇന്ന ബ്രാൻഡിന്റെ കാർ മതി അല്ലെങ്കിൽ ഇന്ന കമ്പനിയുടെ കാർ മതി എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അല്ലെ. അതിനെയാണ് സ്പെഷ്യാലിറ്റി ഗുഡ്സ് എന്ന് പറയുന്നത്. And next one is unsold goods. That is, consumer does not normally think of buying, require personal selling. നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല, ഇങ്ങനെ ഒരു സാധനം വാങ്ങണം, ഇങ്ങനെ ഒരു ഗുഡ് വാങ്ങണം എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, അൺസോൾഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. മെയിൻലി അത് പേഴ്സണൽ സെല്ലിംഗ് രീതിയിലാണ്, നേരിട്ട് വന്നിട്ട് സംസാരിച്ച് ആ പ്രോഡക്റ്റ് വാങ്ങുന്നതിനാണ് നമ്മൾ അൺസോൾഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഒരു സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറന്റിലോ പോയി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചിറങ്ങി വരുമ്പോൾ ഒരു വലിയ കട്ടിയുള്ള ബുക്കും കൊണ്ട് നിൽക്കുന്നത് കാണാം അല്ലെ. അപ്പം എന്നിട്ട് അതിന്റെ കാര്യങ്ങളും എൻസൈക്ലോപീഡിയ ആയിരിക്കും മിക്കവാറും. അപ്പൊ അതിന്റെ കാര്യങ്ങളും അതിന്റെ ഫീച്ചേഴ്സും ഒക്കെ നമ്മളോട് പറഞ്ഞ് ചിലപ്പോൾ ചിലവരത് വാങ്ങും അല്ലെ. നമ്മളത് ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല അങ്ങനെ ഒരു സാധനം നമ്മൾ വാങ്ങണം എന്നുള്ളതൊന്നും. അപ്പൊ അങ്ങനെ നമ്മൾ വാങ്ങുന്ന ഗുഡ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, അൺസോൾഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആണ് എൻസൈക്ലോപീഡിയയും ലൈഫ് ഇൻഷുറൻസും. ലൈഫ് ഇൻഷുറൻസ്, നമ്മളൊരു ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത്. നമ്മളിപ്പം അച്ചുവിന്റെ അമ്മ സിനിമയില് ഉർവശി ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഒരു ബസ്സിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരു ലേഡിയോട് ഇങ്ങനെ ഇൻഷുറൻസ് പോളിസിയുടെ കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട് അല്ലെ. അവർ എന്നിട്ട് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങുക എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ് അവരിറങ്ങിക്കഴിഞ്ഞ് നെക്സ്റ്റ് ഉർവശിയുടെ അടുത്ത് വന്നിരിക്കുന്ന ആ ഒരു ലേഡിയോടും
അവരിതിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. അതായത് അങ്ങനെ പേഴ്സണൽ സെല്ലിൽ നേരിട്ട് പറഞ്ഞ് ആ ഒരു ഗുഡ് അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് വാങ്ങിപ്പിക്കുകയാണ്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, അൺസോൾഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. ചിലവരത് വാങ്ങിക്കും അല്ലെ, തിരിച്ച് നമ്മളിപ്പോ രാവിലെ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മളിപ്പോ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ തിരിച്ചു വരുന്നത് ചിലപ്പോൾ ഒരു പോളിസി എടുത്തുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു എൻസൈക്ലോപീഡിയ വാങ്ങിച്ചുകൊണ്ടായിരിക്കും നമ്മൾ തിരിച്ചു വരുന്നത്. സോ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, അൺസോൾഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. സോ അത്രയായിരുന്നു ഇത് ഓൺ ദ ബേസിസ് ഓഫ് യൂസിൽ കൺസ്യൂമർ ഗുഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ. നെക്സ്റ്റ് ഈ ഓൺ ദ ബേസിസ് ഓഫ് യൂസിൽ തന്നെ ഇൻഡസ്ട്രിയൽ ഗുഡ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. സോ അത് ഏതൊക്കെ രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് നോക്കാം. ഇൻഡസ്ട്രിയൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, കൺസ്യൂമർ ഗുഡ്സ് നമ്മൾ ഡയറക്റ്റ് കൺസ്യൂമർ വാങ്ങിക്കുകയായിരുന്നു. ഇൻഡസ്ട്രിയൽ ഗുഡ്സ് എന്ന് പറയുമ്പോൾ മാനുഫാക്ചേഴ്സ് ഡയറക്ട്ലി വാങ്ങുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇൻഡസ്ട്രിയൽ ഗുഡ്സ് എന്ന് പറയുന്നത്. സോ അതും 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് മെറ്റീരിയൽസ് ആൻഡ് പാർട്സ്, ക്യാപിറ്റൽ ഐറ്റംസ് ആൻഡ് സപ്ലൈസ് ആൻഡ് ബിസിനസ് സർവീസസ്. സോ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നോക്കാം. സോ ഫസ്റ്റ് വൺ ഏതാണ്, മെറ്റീരിയൽസ് ആൻഡ് പാർട്സ്. ആ പേരിൽ തന്നെയുണ്ട് മെറ്റീരിയൽസും പാർട്സും. സോ അത് നമുക്ക് 2 രീതിയിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് റോ മെറ്റീരിയൽസ് ആൻഡ് മാനുഫാക്ചർഡ് മെറ്റീരിയൽസ് ആൻഡ് പാർട്സ്. റോ മെറ്റീരിയൽസ് പറഞ്ഞാൽ നമുക്ക് അതിന് വേണ്ട അസംസ്കൃത വസ്തുക്കൾ എന്നാണ് അതിന് നമ്മൾ പറയുന്നത്. സോ അത് നമുക്ക് മെയിൻ ആയിട്ടുള്ള കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. മെയിൻ ആയിട്ട് നമ്മൾ ആ തുടക്കം സമയത്ത് നമുക്ക് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ട സാധനങ്ങളാണ് റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് മാനുഫാക്ചർഡ് മെറ്റീരിയൽസ് ആൻഡ് പാർട്സ്. അത് നമ്മൾ പകുതി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടാവും, കുറച്ചും കൂടി റോ മെറ്റീരിയൽസിനെക്കാളും കുറച്ചും കൂടി എക്സ്റ്റൻഷൻ ആയിട്ടുള്ളതിനാണ് മാനുഫാക്ചർഡ് മെറ്റീരിയൽസ് ആൻഡ് പാർട്സ് എന്ന് പറയുന്നത്. സോ റോ മെറ്റീരിയൽസ് നമുക്ക് 2 രീതിയിലുണ്ട്. ഒന്ന് ഫാം പ്രോഡക്ട്സും മറ്റൊന്ന് നാച്ചുറൽ പ്രോഡക്ട്സ്. സോ ഫാം പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കത് വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ റീയൂസ് ചെയ്യാനോ റീസൈക്കിൾ ചെയ്യാനോ സാധിക്കുന്നതിനാണ് ഫാം പ്രോഡക്ട്സ് എന്ന് നമ്മൾ പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ മുട്ട അല്ലെങ്കിൽ വെജിറ്റബിൾസ്, ഇതൊക്കെ നമുക്ക് വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. അതിനെയാണ് ഫാം പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. ഇനി നാച്ചുറൽ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാലോ ഈ ഫാം പ്രോഡക്ട്സിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. നമുക്ക് വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്യാനോ റീയൂസ് ചെയ്യാനോ റീസൈക്കിൾ ചെയ്യാനോ ഒന്നും നമുക്ക് സാധിക്കില്ല. അതിനെയാണ് നാച്ചുറൽ പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. അതായത് നാച്ചുറൽ ആയിട്ട് നമുക്ക് എർത്തിൽ നിന്ന് കിട്ടുന്നതായിരിക്കും, പക്ഷെ ഇതൊന്നും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പെട്രോള്, ഡീസല്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. സോ നെക്സ്റ്റ് എന്താണ്, മാനുഫാക്ചർഡ് മെറ്റീരിയൽസ് ആൻഡ് പാർട്സ്. മാനുഫാക്ചർഡ് മെറ്റീരിയൽസും പാർട്സും 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് കമ്പോണന്റ് മെറ്റീരിയൽസും നെക്സ്റ്റ് വൺ കമ്പോണന്റ് പാർട്സും. കമ്പോണന്റ് മെറ്റീരിയൽസ് പറഞ്ഞാൽ കുറച്ചും കൂടി ലാർജ് യൂണിറ്റ്സ് ആയിട്ട് വരുന്നത്. കമ്പോണന്റ് പാർട്സ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി സ്മോളർ യൂണിറ്റ്സ് ആയിട്ട് വരുന്നതിനാണ് കമ്പോണന്റ് പാർട്സ് എന്ന് നമ്മൾ പറയുന്നത്. സോ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് ക്യാപിറ്റൽ ഐറ്റംസ്. ക്യാപിറ്റൽ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലോങ് ലാസ്റ്റിംഗ് ഗുഡ്സ്, ഒരുപാട് നാൾ നിലനിൽക്കുന്ന ഐറ്റംസ് അല്ലെങ്കിൽ ഗുഡ്സിനെയാണ് ക്യാപിറ്റൽ ഐറ്റംസ് എന്ന് പറയുന്നത്. സോ അതും നമുക്ക് 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാളേഷൻസ് ആൻഡ് എക്യുപ്മെന്റ്. ഇൻസ്റ്റാളേഷനിലുള്ള എക്സാമ്പിൾ ആണ് ബിൽഡിങ്സ് ആൻഡ് ഹെവി എക്യുപ്മെന്റ് അല്ലെ. അത് ഓൾറെഡി ഒരു സ്ഥലത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്താൽ അവിടെ ഇൻസ്റ്റാൾ ആയിരിക്കും. അതിനെയാണ് ഇൻസ്റ്റാളേഷൻസ് എന്ന് പറയുന്നത്. ബിൽഡിങ്സ് ആൻഡ് ഹെവി എക്യുപ്മെന്റ് അല്ലെ, ഒരു ബിൽഡിംഗ് നമ്മൾ അവിടെ ബിൽഡ് ചെയ്തു, ഒരുപാട് നാളത് അവിടെ തന്നെ നിൽക്കുന്നുണ്ടാവും. അതിനാണ് ഇൻസ്റ്റാളേഷൻസിലെ ബിൽഡിങ്സ് ആൻഡ് ഹെവി എക്യുപ്മെന്റ്. വലിയ വലിയ എക്യുപ്മെന്റ്സ് ചിലപ്പോൾ അവിടെ തന്നെ നമുക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, ഒരു സ്ഥലത്ത് തന്നെ അവിടെ ഉറച്ചു നിൽക്കുന്നതായിരിക്കും. സോ അതിനെയാണ് ബിൽഡിങ്സ് ആൻഡ് ഹെവി എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് എക്യുപ്മെന്റ്. എക്യുപ്മെന്റ് എന്ന് പറയുമ്പോൾ പോർട്ടബിൾ ഫാക്ടറി എക്യുപ്മെന്റ് ആൻഡ് ടൂൾസ് ആൻഡ് ഓഫീസ് എക്യുപ്മെന്റ്. ഫോർ എക്സാമ്പിൾ ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു പ്രിന്റർ, ഇതെല്ലാം നമുക്ക് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോർട്ടബിൾ ആണ്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് ഓഫീസ് യൂസിനും ഒക്കെ വേണ്ട സാധനങ്ങളാണ്. സോ ഇതൊക്കെയാണ് ക്യാപിറ്റൽ ഐറ്റംസിലെ 2 ക്ലാസിഫിക്കേഷൻസ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് ഈസ് സപ്ലൈസ് ആൻഡ് ബിസിനസ് സർവീസസ്. സപ്ലൈസ് ആൻഡ് ബിസിനസ് സർവീസ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഐറ്റംസിന്റെ നേരെ ഓപ്പോസിറ്റ്. ക്യാപിറ്റൽ ഐറ്റംസ് നമുക്ക് ലോങ് ടേമിന് വേണ്ടിയിട്ടായിരുന്നു അല്ലെ. ഇത് സപ്ലൈസ് ആൻഡ് ബിസിനസ് സർവീസ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്. കുറച്ച് നാളത്തേക്ക് തന്നെ നമുക്കത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുള്ളൂ. അതിന്റെ 2 എക്സാമ്പിൾ ആണ് സപ്ലൈസും ബിസിനസ് സർവീസസ്. സപ്ലൈസിൽ വരുന്നതാണ് മെയിന്റനൻസ് ആൻഡ് റിപ്പയർ ഐറ്റംസും ഓപ്പറേറ്റിംഗ് സപ്ലൈസും. മെയിന്റനൻസ് ആൻഡ് റിപ്പയർ ഐറ്റംസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആണ് പെയിന്റ് അല്ലെ, നമുക്കതൊരു ഐറ്റം ആണ്, അത് നമുക്ക് കുറച്ച് നാളേക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതിനെയാണ് മെയിന്റനൻസ് ആൻഡ് റിപ്പയർ ഐറ്റംസ് എന്നുള്ളതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഓപ്പറേറ്റിംഗ് സപ്ലൈസ്. ഓപ്പറേറ്റിംഗ് സപ്ലൈസ് പറഞ്ഞാൽ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത്. ഇപ്പൊ ഒരു പേന, പെൻസിൽ, പേപ്പർ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഓപ്പറേറ്റിംഗ് സപ്ലൈസിൽ വരുന്നത്. കുറച്ച് നാളത്തേക്ക് ഉണ്ടാവുള്ളൂ. അതിപ്പോ കുറച്ച് നാൾ നമ്മളത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അടുത്ത പേനയാണ് നമുക്ക് ഉപയോഗിക്കേണ്ടി വരിക അല്ലെ. അതിനെയാണ് ഓപ്പറേറ്റിംഗ് സപ്ലൈസ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ബിസിനസ് സർവീസിലെ ക്ലാസിഫിക്കേഷൻ ആണ് മെയിന്റനൻസ് ആൻഡ് റിപ്പയർ സർവീസസ്.
നമ്മൾ സപ്ലൈസിൽ റിപ്പയർ ഐറ്റംസ് ആണ് പറഞ്ഞത്. ഇവിടെ സർവീസ് ആണ് വരുന്നത്. അതായത് ഇപ്പൊ ഒരു ക്ലീനിങ് സർവീസ് അല്ലെ, ക്ലീനിങ് സർവീസ് നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൾ കഴിഞ്ഞ് വീണ്ടും ചെയ്യണം, ഷോർട്ട് ടേം ആണ് അല്ലെ, ഷോർട്ട് ടേം സർവീസ് ആണത്. സോ അതിനെയാണ് മെയിൻ്റെനൻസ് ആൻഡ് റിപ്പയർ സർവീസസ് എന്ന് പറയുന്നത്. സോ ഇത്രയൊക്കെയാണ് നമ്മുടെ ഒരു പ്രോഡക്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നതിൽ ഉള്ളത്. സോ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പാർട്ട് 1 ക്ലാസ് ഡിസ്കസ് ചെയ്തപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്താണ് പ്രൊഡക്റ്റ് മാനേജ്മെന്റ് എന്നുള്ളത് നോക്കി, ആൻഡ് പ്രൊഡക്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ്, എന്താണ് പ്രൊഡക്റ്റ് എന്ന് നോക്കി, അതിന്റെ കമ്പോണൻസ്, ലെവൽസ്, അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ, ഏതൊക്കെ രീതിയിൽ അത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒരുപാട് രീതിയിൽ അത് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ ആ രീതിയിലൊക്കെ ഏതൊക്കെ രീതിയിലാണ് അത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, അതിന്റെ എക്സാമ്പിൾസും ഒക്കെ നമ്മൾ നോക്കി. സോ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. സോ ഈ ഒരു യൂണിറ്റിന്റെ നെക്സ്റ്റ് പാർട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു.